الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം സൂക്ഷിച്ചു പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം കൊണ്ട് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് പടച്ച റബ്ബിന്റെ ഇഷ്ടമാണ്. ആ റബ്ബ് നമ്മെ ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന ചിന്ത ഒരു വിശ്വാസിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ അലട്ടുമ്പോഴും ജീവിത വഴിയിൽ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴും നിരാശയും മറ്റു പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദവും നമ്മെ ബാധിക്കുമ്പോഴും സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ റബ്ബ് നമ്മെ ഇഷ്ടപ്പെട്ട് കാണുമോ, അവന്റെ അടുക്കൽ നമ്മൾ ഏറ്റവും നല്ലവനായിരിക്കുമോ എന്ന ചിന്തയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെടുന്നതോടുകൂടെ അയാളുടെ ഭൗതികവും പാരത്രികവുമായ മുഴുവൻ കാര്യങ്ങളും ഏറ്റവും നല്ല ഖൈറിലായി മാറുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ വാക്കായിട്ട് പ്രവാചകൻ പറഞ്ഞത്, അവന്റെ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും അതുപോലെ തന്നെ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും എല്ലാം ഞാനാകും എന്നാണ്. അവൻ വല്ലതും എന്നോട് ചോദിച്ചാൽ അവന് ഞാൻ നൽകും. അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം കൊടുക്കും. അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒന്നും തന്നെ അവനെ ബാധിപ്പിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിയായ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില ദാസന്മാരുണ്ട്. ആരാണവർ? അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുത്ത് പടച്ചറബിന്റെ ഇഷ്ടം നേടിയെടുത്ത ആളുകളാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും നമ്മെ ഇഷ്ടപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹ് വിളിച്ചിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹ് ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ്. പിന്നീടോ മുഴുവൻ മലക്കുകളെയും ജിബ്രീൽ വിളിച്ചു വരുത്തിയിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു, അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണം. ആരാണ് മലക്കുകൾ? ഏറ്റവും നല്ല ആദരിക്കപ്പെട്ട, പടച്ചറബിന് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത മുഖറബീങ്ങളായ ദാസന്മാരാണ്. രാവും പകലും റബ്ബിന് യാതൊരുവിധ അനാസ്ഥയും കാണിക്കാതെ, അലംഭാവവും കാണിക്കാതെ, മടി പിടിക്കാതെ പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുന്ന മലക്കുകൾ, അവരുടെ എണ്ണം എത്രയാണ്? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എത്ര മലക്കുകളുണ്ടെന്ന എണ്ണം അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ, അത്രയധികമുണ്ടെന്നാണ്. ആകാശലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്പേസിലെല്ലാം മലക്കുകൾ സുജൂദിൽ കിടക്കുന്നുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെക്കാളോ എത്രയോ 10 മടങ്ങ് ഇരട്ടി വലിപ്പം വരുന്ന, എണ്ണം വരുന്ന ആ മലക്കുകൾ നമ്മെ ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം നേടി ശുഷ്കമായ നമ്മുടെ ജീവിത കാലഘട്ടം ഇവിടെ കഴിച്ച് മരണപ്പെട്ടു പോകാൻ നമുക്ക് പറ്റിയാൽ, ആകാശലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളും നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ അനുഗമിക്കുകയാണ്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും 1-ാം ആകാശം മുതൽ 2-ാം ആകാശം വരെ അവിടെയുള്ള മുഴുവൻ മലക്കുകളും അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്റെ റൂഹിനെ അനുഗമിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അവിടുന്ന് അങ്ങോട്ട് 2-ൽ നിന്ന് 3-ലേക്കും 3-ൽ നിന്ന് 4-ലേക്കും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അയാൾ പോകുന്നത്. ഒരു ജനപ്രതിനിധിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്വീകരണം ആകാശലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഇഷ്ടം നേടി എന്നതാണ്. സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടി എന്നതിന് നമുക്ക് ലഭിക്കുമെന്നതിനുള്ള തെളിവുകൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട 8 അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1, അല്ലാഹുവിനെ അതിയായി ദിക്റെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അത് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എപ്പോഴും അയാളെക്കുറിച്ച് ഓർക്കാനും അയാളെക്കുറിച്ച് സ്മരിക്കാനും അയാൾ വലിയ താല്പര്യം കാണിക്കും. ഇതുപോലെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ? എങ്കിൽ അല്ലാഹുവിനെ നിരന്തരമായി നമുക്ക് സ്മരിക്കാൻ സാധിക്കും. അങ്ങനെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും അല്ലാഹുവിനെ നിരന്തരമായി സ്മരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു തൗഫീഖാണ്. അല്ലാഹുവിനെ ദിക്റെടുക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. ഫദ്കുറൂനി യദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നാണ്. ആരാണ് സുഹൃത്തുക്കളെ നമ്മെ ഓർക്കുന്നത്? ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ സൃഷ്ടാവും നിയന്താവും കൈകാര്യകർത്താവുമായ പടച്ച റബ്ബ് നമ്മെ ഓർക്കാനുണ്ടെങ്കിൽ, ഈ ലോകത്ത് നമ്മെ ആരും ഓർത്തില്ലെങ്കിലും സ്മരിച്ചില്ലെങ്കിലും സ്തുതിച്ചില്ലെങ്കിലും വാഴ്ത്തിയില്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം അല്ലാഹു നമ്മെ ഓർക്കും. അല്ലാഹു നമ്മെ ഓർക്കണമെങ്കിൽ നാം അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഒരു അടിമ തന്റെ മനസ്സിൽ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു അവന്റെ മനസ്സിൽ അവനെ ഓർക്കുമെന്നാണ്. ഒരു അടിമ ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്കിൽ പടച്ച റബ്ബ് ഈ സദസ്സിനേക്കാളും ഏറ്റവും മഹോന്നതമായ ഒരു സദസ്സ് മലഉൽ അലയിൽ ആകാശ ലോകത്ത് മലക്കുകളുടെ സവിധത്തിൽ വെച്ച് അയാളെ പ്രശംസിച്ച് സംസാരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലും പകലിലും ഏകാന്തതയിലും കൂട്ടത്തിലും ഏതൊരു സന്ദർഭത്തിലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. 1-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പടച്ച റബ്ബിനെ ദിക്റെടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് 1-ാമത്തെ അടയാളമാണ്. 2-ാമത്തെ അടയാളം നിർബന്ധ കർമ്മങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കണിശതയാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ കണിശത പുലർത്തുക എന്നുള്ളതാണ്. കേവലം അത് നിർവഹിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള, നിസ്കാരം കഴിഞ്ഞാലൊരു റാഹത്ത്,
അല്ലെ? നിസ്കാരം കഴിഞ്ഞു കിട്ടിയാൽ ഒരു റാഹത്ത്, നിസ്കാരം നീണ്ടുപോകുമ്പോൾ ഒരു അസ്വസ്ഥത, ഖുതുബ നീണ്ടുപോകുമ്പോൾ ഒരു അസ്വസ്ഥത, നന്മയായ കാര്യങ്ങൾ നീണ്ടുപോകുമ്പോൾ അസ്വസ്ഥത. എന്നാൽ അതേ ആളുകൾക്ക് എത്ര സമയവും ഹോട്ടലിൽ സമയം ചിലവഴിക്കാം. ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ യാതൊരു പ്രയാസവുമില്ലാതെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഭക്ഷണം സമയമെടുത്ത് കഴിക്കാൻ തയ്യാറാണ്. ഭക്ഷണം കഴിഞ്ഞ് അല്പനേരം അവിടെ വിശ്രമിക്കാൻ തയ്യാറാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് മണിക്കൂറുകൾ ചിലവഴിക്കാൻ അവർ തയ്യാറാണ്. അവിടെ വിനോദത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവർ സമയം ചിലവഴിക്കാൻ തയ്യാറാണ്. എന്നാൽ ആരാധനയുടെ കാര്യത്തിലാകട്ടെ അവർക്ക് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ഈർഷ്യതയും ഒരു വെറുപ്പും ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഒരു ചടങ്ങ് തീർക്കുന്ന ഒരു അവസ്ഥയും ഒരു ഭാരവുമായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഈ നമസ്കാരമൊക്കെ ഭാരമാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂ ഇല്ലാത്തവർക്ക് ഈ നമസ്കാരവും മറ്റ് ആരാധനകളൊക്കെ ഒരു ഭാരമാണ്. എന്നാൽ ഖുശൂ ഉള്ളവർക്ക്, ഭയഭക്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് റാഹത്താണ്. നമസ്കാരം റാഹത്തായി അനുഭവപ്പെടുന്നുണ്ടോ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ബിലാലെ, താങ്കൾ ബാങ്ക് വിളിക്കൂ, നമസ്കാരം കൊണ്ട് ഞാൻ റാഹത്ത് കാണട്ടെ എന്നാണ്. അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, നമസ്കാരം കൊണ്ട് ഞാൻ റാഹത്ത്, നമസ്കാരം കൊണ്ട് എനിക്ക് റാഹത്ത് നൽകൂ എന്ന് ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് ഈ ദുനിയാവിൽ സുഗന്ധം ഇഷ്ടമാണ്, എന്റെ ഇണകളെയും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്നാൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നത് എന്റെ ആരാധനകളിലാണ് എന്നാണ്. ശാന്തമായി അല്പനേരം പടച്ചിറപ്പിന് മുന്നിൽ നമസ്കരിക്കുമ്പോൾ, പള്ളിയിൽ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കുളിരും ഒരു സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്. മൂന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് ഈ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുറ്റബോധവും ദുഃഖവുമാണ്. ഖുർആൻ ഓതാൻ സാധിക്കാതെ വരുമ്പോൾ, ജമാഅത്ത് മിസ്സായി പോകുമ്പോൾ, പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ, ദിക്റുകൾ, മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാം. ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുക, എന്താന്ന് എനിക്ക് പ്രശ്നം എന്നാണ്. പ്രശ്നം പറയാൻ കഴിയാത്തൊരു പ്രശ്നവും അനുഭവിക്കുകയാണ്. എന്നാൽ അയാളുടെ ഉള്ളിലുണ്ട്, ഇന്നത്തെ സുബൈന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഖുർആൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അയ്യാമുൽ ബീദ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ശവ്വാലിലെ 6 നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലൊക്കെ ഒരു ഖേദവും പ്രയാസവും നമുക്കുണ്ടെങ്കിൽ, വെറും ഖേദം മാത്രമല്ല അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം അസർ ജമാഅത്തിന്റെ നേരത്ത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലൊന്ന് കയറി ഇറങ്ങിയപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ തോട്ടം തന്നെ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഭൗതിക ലാഭം ഏതുപോലെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുമാനം നേടാൻ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയൊരു അവസരം മിസ്സായാൽ അയാൾക്ക് എത്ര സങ്കടം ഉണ്ടാവും, അതുപോലത്തെ ഒരു സങ്കടം നമുക്ക് ആരാധന മിസ്സാകുമ്പോൾ ഉണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് എന്നത് സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് ആരാധനകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന് അത്രയും വലിയ വാല്യൂ അദ്ദേഹം ആരാധനകൾക്ക് കൊടുക്കുന്നുണ്ട്, അതിൽ അത്രയും ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതൊന്ന് മിസ്സായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും വലിയ പ്രയാസമാണ്. ആ ഒരു പ്രയാസം നികത്താനാണ് സ്ഥിരമായി രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ട് രാത്രി നമസ്കാരം മിസ്സായാൽ വേണമെങ്കിൽ അയാൾക്ക് ദുഹാ നമസ്കാരത്തിന്റെ സമയത്ത് രാത്രി നമസ്കാരം നിർവഹിക്കാനുള്ള അനുവാദം അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തത് എന്താണ്? നിത്യവും ഇത് ചെയ്തു പോകുന്ന ഒരാൾക്ക് നേരം വെളുക്കുമ്പോൾ അത് മിസ്സായതിന്റെ സങ്കടം ഉണ്ടാവും. ആ സങ്കടം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടവും ദുഃഖവും, ആ ഒരു സംഭവം നമുക്കുണ്ടോ? അതല്ല, അത് നഷ്ടപ്പെട്ട് കഴിച്ചിലായി, അവിടെ കൊടുക്കേണ്ടി വന്നില്ല, ഭാഗ്യം അല്ലെ, അതിന് നമ്മൾ രക്ഷപ്പെട്ട് പല ആൾക്കാരെ പേരും വിളിച്ചപ്പോ നമ്മളെ പേര് വിളിച്ചില്ല, ഇങ്ങനെയാണോ നമ്മൾ നന്മയുടെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണോ നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നമുക്ക് ആരാധനകളോടും അള്ളാഹുവിനെ കടുക്കാൻ അവന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ അതിനെ വലിയ ഗൗരവത്തോടുകൂടെ കാണുകയും അത് മിസ്സാകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു അടയാളമാണ്. പ്രത്യേകിച്ച് റമദാൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. 4ാമത്തെ വിഷയം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള അമിതമായ സ്നേഹം.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് ഇന്നത് സുന്നത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാം. അത് വേഷത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, മറ്റു വിഷയങ്ങളിലാകട്ടെ, ഈവൻ ദീനല്ലാത്ത കാര്യത്തിൽ പോലും സ്വഹാബത്ത് അങ്ങേറ്റത്തെ താല്പര്യം കാണിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ചെരങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെരങ്ങ അദ്ദേഹം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സൽക്കരിച്ച് അവിടെ ചെന്നപ്പോ അവിടെ റൊട്ടിയും കറിയുമുണ്ട്. ആ കറിയിലുള്ളത് ഉണക്ക മാംസവും ചെരങ്ങയും അതുപോലെ തന്നെ ചില പച്ചക്കറികൾ, വെജിറ്റബിൾസുമാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ചെരങ്ങ പെറുക്കിയെടുത്ത് കഴിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെജിറ്റബിൾസ് അത്രയും, ചില വെജിറ്റബിൾസ് പ്രത്യേകം ഇഷ്ടമായിരുന്നു. അത് കഴിക്കുന്നത് കണ്ടപ്പോൾ അതിനുശേഷമാണ് അനസ് റളിയല്ലാഹു അൻഹു ചെരങ്ങ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹം അത് തെരഞ്ഞുപിടിച്ച് കഴിക്കാൻ തുടങ്ങിയത്. അത് സ്വഹാബത്തിന്റെ സമീപനമായിരുന്നു. അത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം, അവരൊരു ഹദീസ് നബിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി, ഇമാം അഹ്മദ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് രേഖപ്പെടുത്താൻ നബി കൊമ്പ് വെച്ചു. എന്നിട്ടത് ചെയ്തു കൊടുത്ത ആൾക്ക്, അതായത് പിന്നെ ഹിജാമ ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ചെയ്ത ആൾക്ക് ഒരു ദിർഹം പിന്നെ പാരിതോഷികം നൽകുകയും ചെയ്തു എന്ന ഹദീസ് എഴുതിയ ഇമാം അഹ്മദ് കിതാബ് പൂട്ടിയിട്ട് നേരെ അതുപോലെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നെ അടുത്ത ഹദീസ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയായിരുന്നു സഹാബത്ത്, നമ്മുടെ മുൻഗാമികൾ നബിയുടെ സുന്നത്തിനെ, നബി ചര്യയെ കണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? അതിപ്പോ നിർബന്ധമല്ലല്ലോ, സുന്നത്തായ കാര്യമല്ലേ, എടുത്താ കൂലുണ്ട്, എടുത്തില്ലെങ്കിൽ കുറ്റല്ലല്ലോ എന്ന നിലക്കാണ് പലപ്പോഴും പല ആളുകളും കാണാറുള്ളത്. എന്നാൽ സഹാബത്തും നമ്മുടെ മുൻഗാമികളും അങ്ങനെയല്ല കണ്ടത്. നമ്മൾക്ക് നിത്യവും ചെയ്തു പോകുന്ന നബിചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നല്ലാതെ തേടിപ്പിടിച്ച് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തേടിപ്പിടിച്ച് പ്രവാചകൻ ഓരോ മൊമെന്റിലും എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് തേടിപ്പിടിച്ച് കണ്ടെത്തി അതുപോലെ ചെയ്തിരുന്നവരായിരുന്നു സ്വഹാബത്ത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഇഷ്ടം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ ഒരു പ്രകടമായ ലക്ഷണം, സുന്നത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ, അത് സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ അത് ആ ഒരു അലാമത്താണ് എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഐച്ഛികമായ ഇബാദത്തുകളോട്, അതായത് നിർബന്ധ നിസ്കാരമുണ്ട്, അതിന്റെ പിന്നോടിയായി ഇതിന് മുമ്പിലും പിമ്പിലുമായിട്ട് റവാത്തിബുകളുണ്ട്. നിർബന്ധ നോമ്പുണ്ട്, അതല്ലാത്ത തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീദും മറ്റു ആശൂറാവും താസുആവും മുഹറം നോമ്പും അറഫ നോമ്പും അങ്ങനെയെല്ലാം നോമ്പുകളുണ്ട്. ഇപ്പൊ ഫർള് നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ, ഫർളായ സക്കാത്തിന് പുറമെ സുന്നത്തായിട്ടുള്ള സദഖകൾ വർദ്ധിപ്പിക്കാൻ, ഫർളായ ഹജ്ജിന് പുറമെ ഹജ്ജിന്റെ പ്രതിഫലം ഓഫർ നൽകപ്പെട്ട മറ്റു പല കർമ്മങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അങ്ങനെ ഐച്ഛികമായ, അതായത് നിർബന്ധമല്ലാത്ത കർമ്മങ്ങളോട് നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹു നിന്റെ ഇഷ്ടം ചോദിക്കുന്നു, നീ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എന്താണ്? ഫർളായ കർമ്മങ്ങളാണ്. ഫർളിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അല്ലാതെ അള്ളാന്റെ ഇഷ്ടം നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഹദീസുകൾ നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഐച്ഛികമായ ഇബാദത്തുകളോട്, അതായത് നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെയുള്ള ധാരാളം കർമ്മങ്ങൾ, നിർബന്ധത്തെക്കാളും കൂടുതൽ അത്തരം കർമ്മങ്ങളായിരിക്കും. ചില ആളുകൾ നിർബന്ധം ഗൗനിക്കുന്നത് പോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഗൗനിക്കാറുമുണ്ട്. അതായത് 2 റക്അത്ത്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അവർ ഗൗരവത്തോടെ, അതില്ലാതെ സുബഹി നിസ്കരിക്കാൻ അവർക്കാകാത്തൊരവസ്ഥ അല്ലെ. ഏത് കാര്യവും സുന്നത്തായ കർമ്മങ്ങളെ നിർബന്ധ കർമ്മങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരൊക്കെ അള്ളാഹുവിന്റെ ഹുബ്ബ് മഹബ്ബത്ത് കിട്ടിയ ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മതിൽ ചേർക്കുമാറാവട്ടെ. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ പിന്നെ
ദീന് പഠിപ്പിക്കുന്ന, ദീന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫിയത്തിന്റെ മാർഗത്തിലുള്ള തൗഹീദിന്റെ ആളുകളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അല്ലെ, ദമസ്കസിലെ പള്ളിയിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വജബത് മഹബ്ബതി ലിൽ മുതഹാബീന ഫിയ, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ മേൽ എന്റെ സ്നേഹം നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാന്റെ പേരിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സന്ദർശനം നടത്തുക, പരസ്പരം സമ്പത്ത് വിനിയോഗിക്കുക, പരസ്പരം ഒരുമിച്ച് കൂടിയിരിക്കുക. ഇതിപ്പോ വേറെ താല്പര്യത്തിനൊന്നല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്, മറിച്ച് അള്ളാന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഇതൊക്കെ അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി ആരെങ്കിലും പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അള്ളാന്റെ ഇഷ്ടം കിട്ടിയതിന്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാം. ഒരാള് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, കുറെ ദൂരത്തുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു അയാളിലേക്ക് ഒരു മലക്കിനെ നിശ്ചയിച്ചു. എന്നിട്ട് മനുഷ്യരൂപത്തിൽ ചെന്ന് അയാൾ ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഇന്ന ഗ്രാമത്തിന്റെ പട്ടണത്തിന് അങ്ങേയറ്റത്ത് ഒരാളുണ്ട്, അയാളെ കാണാനാണ്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ? കച്ചവടത്തിനാണോ, മറ്റു എന്തെങ്കിലും അറിവ് അന്വേഷിക്കാനാണോ, ഭൗതികമായ വല്ലതും നേടാൻ വേണ്ടിയാണോ താങ്കൾ അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു സംഗതിയുമല്ല, ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ അള്ളാഹു നിയോഗിച്ച ഈ മലക്ക് അദ്ദേഹത്തോട് പറയാൻ, ഞാൻ അള്ളാഹു നിയോഗിച്ചൊരു മലക്കാണ്, ദൂതനാണ്, അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന ഓഫർ അറിയിക്കാൻ ഞാൻ വന്നതാണ്. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സ്നേഹം, വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം, പലപ്പോഴും അസൂയയും പകയും വിദ്വേഷവും പലതരത്തിലുമുള്ള പാർഷ്വാലിറ്റിയും കാരണത്താൽ, ഹിസ്ബിയത്ത് കാരണത്താൽ നമുക്കിടയിൽ അകൽച്ചയും വിള്ളലുകളും വീഴാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന്, ഒരേ റബ്ബിനെ ആരാധിച്ച് ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് ഒരേ മതത്തിന്റെ അനുയായികളായി ജീവിക്കുന്ന നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നുവെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ദുനിയാവിനുള്ള വിരക്തിയാണ്. ദുനിയാവിനുള്ള വിരക്തി. സഹാബി നബിയോട് വന്ന് ചോദിക്കുക, നബിയെ, എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടവും അടിമകളുടെ ഇഷ്ടവും കിട്ടണം, ജനങ്ങളുടെ ഇഷ്ടം കിട്ടണം, എന്താ അതിന് മാർഗം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ദുനിയാവിനോട് വിരക്തനാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് വിരക്തി കാണിച്ചാൽ ജനങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടും. എല്ലാവരും എനിക്ക് വേണം, അവന് കിട്ടി, അവന്റെ നശിക്കണം, എനിക്ക് കിട്ടണം, ഈ ആർത്തിയുള്ളവൻ ഒരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ ഇഷ്ടപ്പെടാതിരിക്കുക, പടച്ചറബ് എനിക്ക് തന്നതിൽ തൃപ്തിപ്പെടുക. പിന്നെയോ ദുനിയാവിനോട് വിരക്തി കാണിക്കുക. ഇത് ഏത് സമയം നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. എനിക്ക് കിട്ടാൻ ഏറ്റവും നല്ല ലാഭം എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗ്ഗാണ്. ഈ ദുനിയാവിലുള്ള സ്റ്റാറ്റസും പൈസയും വേറൊരു കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടായെങ്കിൽ എന്നൊക്കെ. വലിയ വീട് കാണുമ്പോൾ, വലിയ കാറ് കാണുമ്പോൾ, നല്ല ഫെസിലിറ്റി കാണുമ്പോൾ, ഈ നല്ല ചൂടത്ത് നല്ല AC അറേഞ്ച് ചെയ്ത ഒരു വീട്ടിലൊക്കെ ചെന്ന് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ വരെന്ത് എന്ത് ചൂടാണ് അവിടെ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊക്കെ ദുനിയാവാണ് സഹോദരന്മാരെ, ഇതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്. ദുനിയാവ് എന്നുള്ള പദം തന്നെ അതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിനോട് വിരക്തി കാണിക്കേണ്ടവരാണ്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് പടച്ചറബിന് ആരാധന ചെയ്ത് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടും. ഇപ്പൊ ദുനിയാവിനോട് അമിതമായ താല്പര്യമുള്ള ആളാണോ ഞാൻ? അതല്ല, ദുനിയാവില് ഉള്ളത് മതി അൽഹംദുലില്ലാ എന്ന ഒരു തൃപ്തനാണോ നമ്മൾ, ഒരു വിരക്തനാണോ നമ്മൾ എന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്. ഒരു സ്വഹാബി അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ടീമിന് അമീറാക്കി നിശ്ചയിച്ചതാണ്. അത് എപ്പോ നിസ്കരിക്കുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ഇതൊരു കംപ്ലൈന്റ് ആയി വന്നപ്പോൾ നബി അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓതുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു, കാരണം ഫഇന്നഹാ സിഫത്തുർ റഹ്മാൻ, അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് ആ സൂറത്തിലുള്ളത്, അതുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുക ഇയ്യാഹ, താങ്കളുടെ ആ ഒരു ഇഷ്ടം താങ്കളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളോടുള്ള ഇഷ്ടം, അത് ഉൾക്കൊള്ളുന്ന ഖുർആനിനോടുള്ള ഇഷ്ടം. ഇപ്പൊ ഖുർആൻ ഓതാനും ഖുർആന്റെ അർത്ഥം പഠിക്കാനും അതിന്റെ ആശയം ഗ്രഹിക്കാനൊക്കെ ഒരു ഇഷ്ടവും ഒരു സന്തോഷവും, അതിനൊക്കെ കുറച്ച് സമയം അലോട്ട് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഖുർആന്റെ തഫ്സീർ വായിക്കാനും അതിനെന്താണ് പറയുന്നത് കേൾക്കാനും അള്ളാഹിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു ത്വരയൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഇങ്ങനെ 8 ലക്ഷണങ്ങൾ മാത്രമല്ല, ധാരാളം ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 8 ലക്ഷണങ്ങളാണ്
കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ദിക്റെടുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? നിർബന്ധ കർമ്മങ്ങളിൽ ജാഗ്രത കാണിക്കുന്നുണ്ടോ? വല്ല നന്മകളും മിസ്സായാൽ നമുക്ക് ദുഃഖവും കുറ്റബോധവുമുണ്ടോ? നബിയുടെ സുന്നത്തിനെ തേടിപ്പിടിച്ച് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഫർളിന് പുറമെ സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ ദുനിയാവിനോട് വിരക്തി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളുന്ന ഖുർആൻ ഓതാനും ഒക്കെ നമ്മൾ ഇഷ്ടത്തോടുകൂടെ സമീപിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് സമാധാനിക്കാം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, മുമ്പത്തെ പോലെയല്ല ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയ വന്ന കാലമായതുകൊണ്ട് എന്തും ഏതും കേൾക്കാനും അറിയാനും ഒക്കെയുള്ളൊരവസ്ഥ നമുക്കെത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഏതും എന്തുമൊക്കെ കേൾക്കുമ്പോൾ, അതായത് ഹറാമായിട്ടുള്ള കാഴ്ചകളെ കേൾവികളെ കുറിച്ചല്ല പറയുന്നത്, ഒരുപാട് ഇൻഫർമേഷൻസ്, അത് നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഹെൽത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് ആളുകൾക്ക് കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഇടമെന്ന് പറയുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാന വിവരങ്ങൾ ഇല്ലാത്തവർക്ക്, അതായത് ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ, അതാണല്ലോ എന്താ നബി എന്താണ് ഈമാൻ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞെടുത്ത മറുപടി ഉണ്ട്, 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ആളുകൾക്ക് അറിയാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുബഹാത്തുകൾ, സംശയങ്ങൾ എന്നെ ബാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ട്? അത്രയുള്ളൂ നമ്മുടെയൊക്കെ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും, നബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും, പ്രമാണത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും, പരലോകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും ഒക്കെ നമ്മൾ വേഗം എന്ത് ചെയ്യും? തെറ്റിദ്ധരിപ്പിക്കപ്പെടും. കാരണം അത്രയും നോളജ് കുറവാണ് നമുക്ക്, ബേസിക് നോളജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ട്, മലക്കുകൾ പ്രകാശത്തെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മലക്കുകൾ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് മലക്കുകൾ ഒരു മനുഷ്യനെ പോലെ ഒരു ബോഡിയുള്ള, ഇപ്പൊ ജിബ്രീല് ഹിറാഗുയിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ വന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അതൊരു ഊർജ്ജ രൂപമാണ് എന്നൊക്കെയാണ്, അവർക്ക് പ്രത്യേക ശരീരമില്ല എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. എന്നാൽ ഹദീസിൽ വന്ന കാര്യങ്ങൾ മുഴുവൻ അവർ നിഷേധിക്കുകയാണ്. ഹദീസ് അവർക്ക് പ്രമാണമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രമാണം എന്ന് പറയുന്നത് അവരുടെ യുക്തിയാണ്. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ബേസിക്സ് അവർക്കറിയില്ല. മത വിഷയങ്ങൾ അറബിയിലാണുള്ളത്. അറബി വ്യാകരണങ്ങളോ മറ്റു കാര്യങ്ങളോ അവർക്കറിയില്ല. തഫ്സീറുകൾ അവർ അവലംബിക്കുന്നില്ല. ഹദീസുകൾ അവർക്ക് പ്രമാണമേ അല്ല. സ്വഹാബത്ത് അവർക്ക് വിഷയമേ അല്ല. സ്വഹാബത്തിനെയൊക്കെ വച്ചക്ക് തെറിവിളിക്കുന്ന ഒരുപാട് ക്ലിപ്പുകൾ ഇത്തരം ആളുകളുടെ ഇത് കാണാം. എന്നാൽ അന്യമതസ്ഥരുടെയും മറ്റു ലിബറലായിട്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെയൊക്കെ കയ്യടി കിട്ടിയിട്ട് ജീവിക്കുന്ന കുറെ ഖുർആനിന്റെ അകവും പൊരുളുമൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തനിച്ച നിരീശ്വരവാദിയായിട്ടുള്ള ജബ്ബാർ മാഷും തഫ്സീർ ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം തഫ്സീർ ക്ലാസ് എടുക്കുന്നത് ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കാനല്ല, ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റാനാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന അധികം 80% വെബ്സൈറ്റുകളും കൈകാര്യം ചെയ്യുന്നത് ജൂതന്മാരാണ്. ഇസ്ലാം പറയാന്നുള്ളതല്ല, നമുക്ക് ഭയങ്കര ലോജിക്കായിട്ട് തോന്നാന്നുള്ളതല്ല വിഷയം. മറിച്ച് ദീൻ എന്ന് പറയുന്നത് ഒരാളുടെയും ഊഹമല്ല, അഭിപ്രായങ്ങളല്ല, പ്രമാണമാണ്. എന്താ മലക്കുകൾ? അള്ളാഹു പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായിട്ടും രാവും പകലും ദിക്റുകളും ദുആകളും തസ്ബീഹും തഹ്ലീലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. ഇബാദും മുക്രമൂൻ. ഇപ്പൊ ഹദീസ് എടുക്കണില്ലെങ്കിലും ഖുർആനിൽ തന്നെ അവരെ കുറിച്ച് എന്താ പറഞ്ഞു? ഉലി അജ്നിഹ, ചിറകുകളുണ്ട്. അപ്പൊ ഈ ഊർജ്ജ രൂപത്തിന് ചിറകുകൾ ഉണ്ടാവുമോ? മാത്രവുമല്ല ഇബാദും മുക്രമൂൻ, ആദരിക്കപ്പെട്ട ദാസന്മാരാണ് അവർ. യഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചാൽ അത് അതുപോലെ പ്രവർത്തിക്കും. ഊർജ്ജത്തോട് കൽപ്പിക്കുക, ഊർജ്ജം കൽപ്പന അനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കുക. അപ്പൊ ഇതൊക്കെ ഖുർആനിന് എതിരാണ്. മാത്രമല്ല ജിബ്രീലിനെ കുറിച്ച് ഹദീസിലുള്ളത് ഈ ആളുകൾക്ക് പ്രമാണമല്ലെങ്കിൽ അവർ നിഷേധിക്കാം. പക്ഷേ ഖുർആനിലുള്ളത് എന്ത് ചെയ്യും? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയിൽ അറ്റത്തെ ഇലന്തമരം, അതായത് 7ാം ആകാശത്തിന്റെ എൻഡിൽ, ഫിനിഷിംഗ് പോയിന്റിൽ ഒരു ഇലന്തമരമുണ്ട്. അവിടെ വെച്ചിട്ട് ജിബ്രീലിനെ അള്ളാഹ് സൃഷ്ടിച്ച രൂപത്തിൽ കണ്ടു. ഹിറാ ഗുഹയിൽ വെച്ച് സൃഷ്ടിച്ച രൂപത്തിൽ കണ്ടതുപോലെ തന്നെ രണ്ടാമത് കണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ, ആകാശത്തിന്റെ ഏറ്റവും ഉച്ചിയിലുള്ള
സിദ്റത്തുൽ മുൻതഹയിൽ അടുക്കൽ വെച്ചാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അവിടെ എന്താണ് കണ്ടത്? വലഖദ് റആഹു, അദ്ദേഹത്തെ കണ്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലെ മലക്കുകളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏത് പരിശോധിച്ചു നോക്കിയാലും മരണത്തിന് ഇപ്പൊ മലക്കുൽ മൗത്ത് അതൊരു ഊർജ്ജരൂപമാണ് എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. മലക്കുൽ മൗത്ത് എന്നല്ല അസ്രായിൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് പോട്ടെ, എന്നിരുന്നാൽ അപ്പൊ ഖുർആനിലെ ആയത്തുകൾ എന്ത് ചെയ്യും? സത്യനിഷേധികളായ അതിക്രമികളായ ആളുകളെ പിന്നെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ മലക്കുകൾ പറയും, നിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പുറത്തെടുക്കൂ, ഈ പ്രകാശം സംസാരിക്കുക. അവരുടെ മുഖത്തും അവരുടെ പാർശ്വഭാഗത്തും മലക്കുകൾ തുരുതുരാ അടിക്കും. അപ്പൊ ഈ ആയത്തൊന്നും കേൾക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ തോന്നും, ഭയങ്കര സംഭവമാണ്, ഇപ്പോഴാണ് എനിക്ക് മലക്കുകൾ വിഷയത്തിൽ ക്ലാരിറ്റി കിട്ടിയത്. ചിലർക്കാർ അങ്ങനെ പറയുന്നത്, ഇപ്പോഴാണ് എനിക്ക് അള്ളാഹിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയത്, ഇപ്പോഴാണ് എനിക്ക് നബിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ദുർവ്യാഖ്യാനിച്ച് തോന്നിയ കാര്യങ്ങളൊക്കെ പറയില്ലേ. ഇസ്ലാം എന്ന് പറയുന്നത് പ്രമാണങ്ങളാണ്. ഖുർആൻ ധാരാളം മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾക്ക് രൂപമുണ്ട്, അവർക്ക് ചിറകുകളുണ്ട്. ജിബ്രീലിനെ തന്നെ പറഞ്ഞില്ലേ, ഒരു ജിബ്രീലിന്റെ വലിപ്പൊക്കെ സദ്ദൽ ഉഫുഖ് എന്ന് പറഞ്ഞു, 2 ചിറകുകൾ വിരിച്ചു വെച്ചാൽ ചക്രവാളം മുട്ടിയതുപോലെ തോന്നും. അള്ളാന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ എനിക്ക് കാണിച്ചു തന്നു. അവരുടെ ഷഹ്മത്ത് ഉദിന് മുതൽ ആത്തിഖ് വരെ, അവിടെ ചെവിക്കുന്നി മുതൽ ഷോൾഡർ വരെ 500 വർഷത്തെ അല്ലെങ്കിൽ 700 വർഷത്തെ വൈദൂരമുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ. അതൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുക, വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും കയ്യടിക്കും വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം തനിച്ച കുഫ്റിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. അതായത് മലക്കുകളിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അതിൽ ഇങ്ങനെ കുറെ കൈക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ, അതാണ് ശരിയെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സ്വഹീഹായ ഹദീസുകളും മുഴുവൻ നമുക്ക് പ്രമാണമാണ്. ലഖദ് ഊതീതുൽ ഖുർആൻ വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ചിലതും. ഏതാണ് അതുപോലെ ചിലതും? അത് ഹദീസുകളാണ്. ജിബ്രീൽ ഖുർആൻ കൊണ്ട് മാത്രമല്ല വന്നത്, ഹദീസും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഹദീസ് നിഷേധികളെ, ഇത്തരം മതയുക്തിവാദികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ ഇവർ മാത്രമല്ല, വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ജാറ വ്യവസായം പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിയുടെ ഖബറിന് മുകളിൽ കുബ്ബയില്ലേ, പിന്നെ എന്താ നമ്മൾ കുബ്ബ കെട്ടുന്നതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ചരിത്രപരമായിട്ട് നോക്കിയാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അന്നത്തെ ഭരണാധികാരികൾ അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ കുബ്ബകൾ ഉണ്ടാക്കി. ഇന്ന് പച്ചയാണ്, അന്ന് ആദ്യ സമയത്ത് അത് നീലയായിരുന്നു. അതുകൊണ്ട് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നീലക്കുബ്ബ എന്നാണ് കാണാൻ പറ്റുക. ഇപ്പോഴാണ് പച്ചക്കുബ്ബയായിട്ടുള്ളത്. കുബ്ബയും നബിയുടെ ഖബറും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നത് വളരെ കൃത്യമായി മദീനയുടെ ചരിത്രങ്ങളും എല്ലാം പറയുന്ന കിതാബുകളിലുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നല്ല ബോധപൂർവ്വം ഉപയോഗപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിൽ ഇത്തരം മാലിന്യങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇതിന്റെയൊക്കെ കൃത്യമായ ക്ലാരിഫിക്കേഷൻസും സോഷ്യൽ മീഡിയകളിൽ തന്നെ ലഭ്യമാണ്. അതൊക്കെ കേട്ട് പഠിച്ച് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീനിലും നമ്മുടെ ദുനിയാവിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തുമാറാവട്ടെ. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളുകൾക്ക് രാജ്യാധികാരം അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു ലോകത്ത് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. പലസ്തീനികളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ആർക്കും അറിയില്ല. അതിന്റെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ട അവസ്ഥയിലാണുള്ളത്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ലോകത്തുടനീളം കലാപങ്ങൾ വിതച്ച് അതിലൂടെ തങ്ങളുടെ ലാഭം കൊയ്യാൻ പ്രതീക്ഷിച്ച് അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടിയിറങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അന്യായമായി എവിടെയെല്ലാം കലാപങ്ങൾ വിതക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും അജണ്ടകളെ അള്ളാഹു പുറത്തു കൊണ്ടുവരുമാറാവട്ടെ. അവിടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാവർക്കും പാഠമാകും വിധം അവർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك
برحمتك يا أرحم الراحمين